നമസ്കാരം. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് പാലക്കാടാണ്. ഇവിടെ വരാനുള്ള കാരണം പാലക്കാട് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസ് റോഡിലുള്ളത്. ഇവിടെ വരാനുള്ള കാരണം അപ്പോൾ പുതിയ UDF സർക്കാർ വന്നാൽ KSRTCയിൽ എല്ലാവർക്കും സ്ത്രീകൾ ഉൾപ്പെടെ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര ഉണ്ടാകും, അവർക്ക് ഏർപ്പെടുത്തുന്നൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് അദ്ദേഹം ശ്രീ ഗോപിനാഥ് അവരും ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്നു, ഈ സ്വകാര്യ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായാൽ കൊണ്ടുപോയാൽ സ്വകാര്യ ബസ്സുകൾക്ക് സ്വാഭാവികമായിട്ടും 70% പേരും സ്ത്രീകളും KSRTC കൂടുതൽ പേര് പോകുന്നതും പ്രൈവറ്റ് ബസ്സിലാണ്, സ്വകാര്യ ബസ്സിലാണ്. 70% സ്ത്രീകളും പോകുന്നത് സ്വകാര്യ മേഖലയാണ്, ബസ്സിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ KSRTCയിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തിയാൽ ആ 70% പേരും KSRTCയിൽ ബസ്സിൽ പോകും. അപ്പോൾ ഞങ്ങൾക്ക് സ്വാഭാവിക സാമ്പത്തിക നഷ്ടമുണ്ടാവും, ദിനദിന മെയിൻ്റനൻസും കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവും, അതുപോലെ പല ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയൊരു പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പോകാൻ അദ്ദേഹത്തെ കാണാൻ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേട്ടു നോക്കാം, എന്താണ് അദ്ദേഹത്തെ പറയാനുള്ളത്. നമസ്കാരം. ഇപ്പോൾ നമ്മുടെ UDF സർക്കാർ വന്നിട്ട് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ടുള്ള യാത്ര ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ താങ്കളൊരു പ്രസ്താവന കണ്ടിരുന്നു, നമ്മുടെ അത് വന്നാൽ പ്രൈവറ്റ് സ്വകാര്യ ബസ്സുകൾക്ക് ഭയങ്കര നഷ്ടമാണ്, അതുപോലെ ജീവനക്കാർക്ക് സാലറി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളൊരു പ്രസ്താവന താങ്കൾ കണ്ടു. അതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽസ് പറയാൻ പറ്റുമോ? അല്ല, ഈ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ വോട്ട് ലഭിക്കാൻ വേണ്ടി, ജനങ്ങളുടെ കയ്യടി ലഭിക്കാൻ വേണ്ടി അത്തരം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്ക് പതിവുണ്ട്. അത്തരം തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമ്പോൾ, അത് ജനങ്ങളോട് പറഞ്ഞ് വോട്ട് വാങ്ങി നടപ്പിലാക്കുമ്പോൾ ഈ നാട്ടിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അവരുടെ പ്രസ്താവന വെച്ച് അവരുടെ ആ തീരുമാനം KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യം കൊടുക്കാനുള്ളൊരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ ഇവിടെ സംസ്ഥാനത്ത് വർഷങ്ങളായിട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് രൂപ മുതലിറക്കി സർക്കാർ പറയുന്ന കാലാകാലങ്ങളിൽ പറയുന്ന മുഴുവൻ സാമൂഹ്യ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മഹാഭൂരിപക്ഷമായി വരുന്ന സ്വകാര്യ ബസ്സുകളുടെ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി KSRTC ബസ്സുകളിൽ കയറുന്ന സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കാനുള്ള തീരുമാനം സംസ്ഥാനത്തെ പൊതുഗതാഗത മേഖല അപ്പാടെ തകർത്ത് കളയുന്ന ഒരു തീരുമാനമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. ഇവിടെ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ 80% സർവീസ് നടത്തുന്നതും സ്വകാര്യ ബസ്സുകളാണ്. ജനങ്ങളുടെ യാത്രാ സൗകര്യം, പൊതുഗതാഗത രംഗത്ത് ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങൾ ഉപകാരപ്രദമായിട്ട് സർവീസ് നടത്തുന്നവർ സ്വകാര്യ ബസ്സുകളാണ്. ഈ സ്വകാര്യ ബസ്സുകളിൽ ഇപ്പോൾ സ്ത്രീ യാത്രക്കാരാണ് കൂടുതൽ. സ്ത്രീ യാത്രക്കാരെ കൂടി ഇപ്പോൾ KSRTC ബസ്സുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കേവലം 1 രൂപയ്ക്ക് തീർക്കുന്ന വിദ്യാർത്ഥികളെ മാത്രം കയറ്റിക്കൊണ്ടു പോകേണ്ട ഒരു സ്ഥിതി സ്വകാര്യ ബസ്സുകളിൽ വരും. അങ്ങനെ വന്നാൽ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ നാട്ടിലെ പൊതുഗതാഗതത്തിന് സ്ഥിതി എന്താവും? ഇപ്പോൾ KSRTC ചെയ്യുന്നത് എത്രത്തോളം ആകെ 3500 ബസ്സുകൾ, പകുതിയിലധികം ബസ്സുകളും അത് സൂപ്പർ എക്സ്പ്രസുമായിട്ട് ജനങ്ങളിൽ നിന്ന് ഭീമമായ പണം ഈടാക്കിക്കൊണ്ട് സർവീസ് നടത്തുന്ന KSRTCക്ക് എത്രത്തോളം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് മൊത്തത്തിലുള്ള യാത്രാ സൗകര്യങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കുന്നല്ലാണ്ട് ഇക്കാര്യത്തിൽ സ്വകാര്യ ബസ്സുകൾ ഇല്ലാതായ ജനങ്ങൾക്ക് യാത്രാക്ലേശങ്ങൾ കൂടുതലുണ്ടാവും. ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഒരു പുനർവിചിന്തനം നടത്തി ഈ മേഖല, സ്വകാര്യ ബസ് മേഖലയെ കൂടി നിലനിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു പ്രത്യേക പാക്കേജ് വേണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? അതായത് ഇതിൽ ഇപ്പോൾ കേരളത്തിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകളിൽ 50% വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന ചാർജ് 1 രൂപയാണ് ഒരു വിദ്യാർത്ഥി കയറിയാൽ ഞങ്ങൾക്ക് ലഭിക്കുക. ബാക്കി 50%-ൽ ഏകദേശം 30%-ഓളം സ്ത്രീകളുമാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമുക്ക് ഫുൾ ടിക്കറ്റ് തന്ന് യാത്ര ചെയ്യുന്ന യാത്രക്കാരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ആ സ്ത്രീകൾ മൊത്തമായിട്ട് KSRTCയിലേക്ക് മാറുകയാണ് സൗജന്യമാകുമ്പോൾ. ഇത് സ്ത്രീകൾ മാത്രമല്ല, ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും കൂടി ഇറങ്ങുമ്പോൾ ഭാര്യ KSRTC പോയിട്ട് ഭർത്താവ് എന്നാൽ പ്രൈവറ്റ് പോകാമെന്ന് വിചാരിക്കില്ല. ആ ഭർത്താവും അതിൽ കയറും. അപ്പോൾ ഒരു ടിക്കറ്റ് എടുത്താൽ 2 പേർക്ക് യാത്ര ചെയ്യാം KSRTCയിൽ. സ്ത്രീക്ക് അവർക്ക് സൗജന്യം, പുരുഷന് ചാർജ് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ വരുമ്പോൾ ഞങ്ങളുടെ പുരുഷ യാത്രക്കാരും ഇൻഡയറക്റ്റായിട്ട് ഞങ്ങൾക്കില്ലാതെ. പിന്നെ ഞങ്ങളുടെ ആകെ വരുന്നത് വിദ്യാർത്ഥികളാണ്. അവർക്ക് 1 രൂപയെ കിട്ടുക.
അപ്പോൾ ഇവിടെ അയൽ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇവർ ചൂണ്ടിക്കാട്ടുന്ന അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. അയൽ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് പോലെ സർക്കാർ തമിഴ്നാട്ടിലും കർണാടകയിലും നടപ്പിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവർ ഒരു വാദത്തിന് വേണ്ടി പറയുന്നത്. പക്ഷെ അവിടെയെല്ലാം വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കോർപ്പറേഷൻ ബസ്സുകളിലേ ഉള്ളൂ, ഗവൺമെൻറ് ബസ്സുകളിൽ മാത്രമേ ഉള്ളൂ. പ്രൈവറ്റ് ബസ്സുകളെല്ലാം അവിടെ കൺസെഷൻ ഇല്ല. പ്രൈവറ്റ് ബസ്സിൽ വിദ്യാർത്ഥികൾ കയറിയാൽ മുഴുവൻ ചാർജ് കൊടുക്കും. അപ്പോൾ അത് ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിട്ട് ബാക്കി മുഴുവൻ ടിക്കറ്റ് മുഴുവൻ KSRTC കൊണ്ടുപോകുക എന്ന് പറയുന്ന രീതി ശരിയല്ല. അങ്ങനെ വരികയാണെങ്കിൽ ഈ ബസ്സുകളും ഓടാതാകും. ഇപ്പോൾ KSRTC ആകെ ഇവിടെ 20% വണ്ടികളാണ് KSRTC ഉള്ളത് ഞങ്ങളുടെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ KSRTC ഈ നഷ്ടം കൊണ്ട് KSRTC ഇല്ലാതാവും, ഞങ്ങൾക്ക് ഓടിക്കാൻ പറ്റാത്ത സ്ഥിതി വരുന്ന ഞങ്ങളും ഇല്ലാതാവും. അപ്പം മൊത്തം പൊതുഗതാഗതം ഇല്ലാതാകാവുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇത് എത്തിച്ചേരും. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാതെയാണോ ഇതല്ലേ 20% ഞാൻ പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ സ്വകാര്യ ബസ്സുകൾ 10% മുതൽ 20% വരെയുള്ളൂ. അവിടെ 80% സർക്കാർ ഉടമസ്ഥയിലുള്ള ബസ്സുകളാണ്. സർക്കാരിന് അത്ര ഫണ്ടിങ് കൊടുക്കാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 20% KSRTC ഉള്ളൂ, 80% പ്രൈവറ്റ് ബസ്സുകളാണ്. അപ്പൊ അന്യ സംസ്ഥാനങ്ങളുമായിട്ട് നമ്മൾ കേരളത്തിൽ താരതമ്യം ചെയ്താൽ ഇവിടെ ഒരിക്കലും അത് ജനങ്ങൾക്ക് യാത്രാ സൗകര്യം കിട്ടില്ല. ഇത് ഞങ്ങളുടെ തൊഴിലാളികൾ, ഞങ്ങൾ ഉടമകൾ, ഞങ്ങൾ 40-50 ലക്ഷം രൂപ മുതൽ നോക്കിയുള്ള ഞങ്ങൾ ഉടമകൾ, ഞങ്ങൾക്ക് മാത്രമല്ല ഇത് നഷ്ടം. ഈ നഷ്ടം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് കൂടിയ ബസ്സിലാതിരുന്ന എന്താ സ്ഥിതി? ആളുകളൊക്കെ ഓട്ടോറിക്ഷയിലും ജീപ്പും പാരലൽ സർവീസിൽ ആശ്രയിച്ച് പോകേണ്ടി വരില്ലേ? അപ്പം ഗവൺമെൻറ് സർക്കാർ ഇത് പഠിച്ച ശേഷം മാത്രമേ നിലവിലെടുക്കാൻ പാടുള്ളൂ. ഞങ്ങൾ ഭീമമായ സംഖ്യ സർക്കാരിലേക്ക് ഖജനാവിലേക്ക് അടയ്ക്കുന്നവരാണ്. ലക്ഷക്കണക്കിന് ആളുകൾ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖലയാണ്. അപ്പോൾ ഞങ്ങൾ സംരംഭകരാണ്. ഇവിടെ സർക്കാരുകൾ സംരംഭകരെ സൃഷ്ടിക്കാനായിട്ടാണ് കൂടുതൽ നോക്കുക. പുതിയ സംരംഭകർ വരട്ടെ. ഞങ്ങൾ മുതൽ മുടക്കി 40-50 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു വ്യവസായത്തിൽ ഏർപ്പെടുത്തി കൊണ്ടിരിക്കുന്നവരുടെ ഒരു സുപ്രഭാതത്തിൽ നിങ്ങളിതൊക്കെ നിർത്തിപ്പൊക്കോന്ന് പറഞ്ഞാൽ ഞങ്ങളിതുകൊണ്ട് എവിടെ പോകും? വലിയ ഭീമമായ സാമ്പത്തിക ബാധ്യതയുള്ളവരാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കൂടി സർക്കാർ തീരുമാനമെടുത്ത് ഞങ്ങളെയും കൂടി നിലനിർത്തും. ഞങ്ങളിപ്പോൾ അവർ നടത്തുന്ന ജനങ്ങൾക്ക് സൗജന്യം കൊടുക്കുന്നത് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ട് വരുന്നൊരു തോന്നലുണ്ടാവും അല്ലേ? സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പം ഞങ്ങളതിനെതിരൊന്നുമില്ല. ഞങ്ങളതിനെതിരെ അവർ സൗജന്യം കൊടുക്കും. സ്വാഭാവികം ചോദിച്ചു പോകും. സ്വകാര്യ ബസ്സുകൾ ഞങ്ങൾക്കെതിരാണ് അല്ലെങ്കിൽ അതിലുണ്ട്. ചോദ്യം ഉണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെതിരൊന്നുമില്ല. സൗജന്യമൊക്കെ കൊടുത്തോട്ടെ. പക്ഷേ ഇങ്ങനൊരു മേഖല ഇപ്പുറത്ത് നിലനിൽക്കുന്നുണ്ട്. അത് നിലനിർത്തിയില്ലെങ്കിൽ KSRTCക്ക് കഴിയാത്ത കാര്യമാണ് ഞങ്ങൾ ചെയ്യണേ. KSRTCക്ക് ചെയ്യാൻ കഴിയാത്ത സേവനങ്ങൾ ചെയ്യുന്നവരാണ് സ്വകാര്യ ബസ്സുകൾ. നിങ്ങൾക്കറിയോ KSRTC എത്ര കുട്ടികളെ സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്? എല്ലാം ഞങ്ങളല്ലേ കൊണ്ടുപോകുന്നത്. അപ്പം ഞങ്ങളില്ലാതെ വന്നാൽ ഈ കുട്ടികൾ പരീക്ഷയ്ക്ക് പോകാനും സ്കൂളിൽ കോളേജിൽ പോകാനൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ ആ കാര്യം ഗവൺമെൻറ് പരിഗണിച്ച് ഞങ്ങളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടപടി വേണം. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഞങ്ങളിൽ പല ആളുകളും ഈ UDF സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തവർക്ക് ഞങ്ങളുടെ കൂടി ഉണ്ടാവും. അപ്പം ഞങ്ങൾ ഈ ഇതിൻ്റെ പൊതുയോഗ യാത്രകളൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവர்களോട് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടി ഉണ്ടാക്കി തരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. നിർഭാഗ്യവശാൽ ഇപ്പം ഇങ്ങനൊരു തീരുമാനം വരുന്നു. അതിന് മുമ്പ് ആവശ്യമായ ചർച്ചകൾ ഞങ്ങളായിട്ട് നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. വേണ്ടാന്ന് ഞങ്ങൾ പറയുന്നില്ല. വേറെ കാര്യം, ഇപ്പോൾ ഇതിനെക്കുറിച്ച് താങ്കളുമായി ചർച്ച ചെയ്യാതെയാണോ ഇത് നടപ്പിലാക്കി? അതുണ്ടോ? അത് നടപ്പിലാക്കിയിട്ടില്ല. അല്ല, ഇതിൽ നടപ്പിലാക്കാൻ പ്ലാൻ ഉണ്ടല്ലോ. അല്ല, ഇതിപ്പോൾ സർക്കാർ വന്നാലേ പറയുള്ളൂ. അവരതിൻ്റെ കണക്കെടുപ്പുകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അപ്പോൾ സർക്കാർ വന്ന ശേഷം സർക്കാരും ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിയൊക്കെ വന്ന ശേഷമായിരിക്കും ഇത് നടപ്പിലാക്കുക. പക്ഷെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വരുന്ന എഫക്റ്റ് എന്താണെന്നുള്ളത് കൂടി മനസ്സിലാക്കണ്ടേ അവര്. താങ്കളും കൂടി ആലോചിച്ചിട്ട് വേണമല്ലേ? ഇതൊരു പ്രകടന പത്രികയാണ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രഖ്യാപിച്ചു. അവിടെ വോട്ട് കിട്ടിയതിന് ഇവിടെ പ്രഖ്യാപിച്ചാണ്. അപ്പോൾ ഇവിടെ പ്രഖ്യാപിക്കാൻ ഇവിടുത്തെ സാഹചര്യം കൂടി പഠിക്കണ്ടേ? തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ വോട്ട് കിട്ടാൻ വേണ്ടി സൗജന്യമാക്കി എന്ന് പറഞ്ഞാൽ അവിടെ പൊതുഗതാഗതം നിയന്ത്രിക്കുന്നത് സർക്കാർ സർവീസുകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞങ്ങളാണ് പൊതുഗതാഗത സർവീസ്. അപ്പം ഞങ്ങളെ കൂടി കണക്കിലെടുത്തിട്ട് വേണം ഇത്തരം തീരുമാനങ്ങൾ എടുക്കാൻ. ചർച്ച നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതത്ര പറയാനുള്ളൂ അല്ലേ? താങ്കൾക്കോ? ഞങ്ങളെ കൂടി കേട്ട് ഞങ്ങൾക്ക് നിലനിർത്താനുള്ള ഒരു പാക്കേജ് ഉണ്ടാക്കണം. മാത്രമേ ഇത് രണ്ടും നിലനിർത്താം. അവർ സൗജന്യം കൊടുത്തോട്ടെ, ജനങ്ങൾക്ക് സൗകര്യം കിട്ടുന്നത് നല്ലതല്ലേ? അതൊന്നും നമ്മൾ എതിരഭിപ്രായമല്ല. പക്ഷേ അത് അവർക്ക് കൊടുക്കുമ്പോൾ വേറൊരു വിഭാഗം ഇല്ലാതാകും എന്നുള്ളത് കൂടി മനസ്സിലാക്കാം. അപ്പോൾ അതിനെ നിലനിർത്താൻ എന്ത് ചെയ്യാൻ കഴിയും? പ്രത്യേക പാക്കേജ് കാണാം. അപ്പോൾ ഞങ്ങളെ കൂടി കേട്ടിട്ട് ഒരു തീരുമാനം എടുത്താൽ ഇത് രണ്ടും നിലനിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു. ഇതാണ് അദ്ദേഹം വാക്കാണ്. സ്വാഭാവികമായിട്ടും അവർ ഒരിക്കലും ഈ ഇതിന് എതിരല്ല. പക്ഷേ സ്വകാര്യ ബസ്സുകൾക്ക്, ഞങ്ങൾക്ക് സ്വകാര്യ മേഖലയിൽ ഓടുന്ന ബസ്സുകൾക്ക് പ്രത്യേക പാക്കേജ് കാരണം. അതുകൂടാതെ ഞങ്ങളുമായിട്ട് ആലോചിക്കണം. ഇതിനെക്കുറിച്ച് പ്രത്യേകം പഠിച്ച ശേഷം ഞങ്ങളുമായിട്ട് ബസ് ഓണർമാരും ആയിട്ട് പ്രത്യേകം പഠിച്ച ശേഷം മാത്രമേ ഇതിനെക്കുറിച്ച് ഇതിന് ഒരു ഇതുകൊണ്ട് ഈ പാക്കേജ് ഈ സൗജന്യ യാത്രകൾ നടപ്പിലാക്കാൻ പാടുള്ളൂ
പക്ഷേ ഒരിക്കലും ഞങ്ങൾ എതിരല്ല എന്നാണ്, ഇതിനെതിരല്ല. പക്ഷേ ഞങ്ങളെക്കൂടി ഞങ്ങൾക്ക് പ്രത്യേക പാക്കേജ് കാരണം അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഞങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തി ചർച്ച നടത്തിയ ശേഷം മാത്രമേ ഇത് നടപ്പിലാക്കാൻ പാടുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിന് വാക്ക് കേട്ടില്ല. അതാണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത്.